ശ്രീ ഉല്ലാസ് ബാബു, സർക്കാർ അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്ന ആ കുരുന്ന് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു 2 ആഴ്ചത്തെ സമയം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം കേരളം ചർച്ച ചെയ്ത രണ്ടാമത്തെ ഒരു സിസ്റ്റം കൊലപ്പെടുത്തിയ കുരുന്നാണ് നമ്മുടെ മുന്നിൽ. ആ ദൃശ്യങ്ങളിൽ കണ്ടു ആ വൈദ്യുതി ലൈനിൽ കുരുങ്ങിക്കിടക്കുന്ന ആ 13കാരൻ. സിസ്റ്റമാണോ മിഥുനെ കൊന്നത്? അല്ല നീലിമ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ വിഷയം കേരളത്തിൽ നടക്കുന്ന സമയത്തും ആ വിഷയങ്ങൾ ആ സമയത്ത് അതിനോട് ബന്ധപ്പെട്ട മന്ത്രിമാർ പറയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ പറയും റിപ്പോർട്ട് വരട്ടെ. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ 9 വർഷങ്ങളിൽ സർക്കാരുകൾ തേടിയിട്ടുള്ള ഇതുപോലെയുള്ള അപകടങ്ങളുടെ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ എത്രയൊക്കെ സർക്കാർ പരിശോധിച്ചിട്ടുണ്ട്? ആ റിപ്പോർട്ടുകളിൽ എന്തെല്ലാം നടപടികൾ എടുത്തിട്ടുണ്ട്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ, നിങ്ങളൊന്ന് അന്വേഷിക്കുക. സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു പ്രഹസനമാണ്. എന്താ പ്രഹസനമെന്ന് പറയാൻ കാരണം, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് ഒരു അറിവുണ്ട് എന്നോ അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ താല്പര്യമുണ്ടെന്നോ നമുക്ക് തോന്നില്ല. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇന്ന് ഈ ഗതികേടിലേക്ക് എത്തിയത് ഈ മഹാൻ അതിൻ്റെ തലപ്പത്ത് വന്നതും മന്ത്രിയായതിനും ശേഷമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യുത് ശക്തി മന്ത്രിയായിട്ടുള്ള ശ്രീ കൃഷ്ണൻകുട്ടി, ബഹുമാനായിട്ട് ശ്രീ കൃഷ്ണൻകുട്ടി എന്താണ് പറഞ്ഞത്? അദ്ദേഹം വൈദ്യുതി വകുപ്പ് അത് നോക്കിയില്ല, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ കിട്ടിയില്ല, അത് അവിടെ അങ്ങനെ ഷെഡ് പണിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവരും അതിന് കൃത്യമായി കൈയൊഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കോട്ടെ, ഈ സർക്കാർ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികളടക്കമുള്ള പഞ്ചായത്ത് പ്രതിനിധികളടക്കമുള്ള നിരവധി ആളുകൾ, അല്ലെങ്കിൽ അവിടെ സ്കൂൾ അധ്യാപകരുണ്ടല്ലോ, ഇവരൊക്കെ അവിടെ വരുന്നതും പോകുന്നതും സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളല്ലേ, അവർക്ക് ഈ അപകടത്തെ കാണാൻ സാധിച്ചില്ല. വിദ്യാഭ്യാസ വകുപ്പ് ഇതൊന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല, വൈദ്യുതി വകുപ്പിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല, ലോക്കൽ KSEB ഇതൊന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു 50 പൈസ കുറവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ വൈകിയ പിറ്റേ ദിവസം വാറോലിയുമായി ഓടി വരുമല്ലോ. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ഇവർക്ക് നേരമുണ്ടായില്ല. നഷ്ടപ്പെട്ടത് ആർക്കാണ്? ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു പയ്യൻ നഷ്ടപ്പെടുന്ന സമയത്ത് ആ വീട് അനുഭവിക്കുന്ന വേദന എന്താണ്? അവരുടെ സ്വപ്നമല്ലേ, അവരുടെ ഭാവിയല്ലേ ആയിരുന്നു, അതൊക്കെ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയില്ലേ? ഇത് കേരളത്തിൽ ഇന്നെന്തെങ്കിലും തുടങ്ങിയതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ തവണ 1-ാം നമ്പർ കേരളമായിരുന്നില്ല നമ്മുടെ കേരളം? ആ 1-ാം നമ്പർ കേരളത്തിൽ ബിന്ദു എന്ന് പറയപ്പെടുന്ന ഒരു യുവതയുടെ നെറുകിലേക്ക് ആ ബിൽഡിംഗ് വീണ് മരിച്ചതോടുകൂടിയാണല്ലോ 1-ാം നമ്പർ കേരളം തകർന്ന് തരിപ്പണമാകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതും ഇതൊക്കെ PR വർക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു എന്ന് കേരള സമൂഹം മനസ്സിലാക്കിയത്. ആ ബിന്ദുവിനോട് എന്ത് നീതിയാണ് സർക്കാർ കാണിച്ചിട്ടുള്ളത്? കോട്ടയത്ത് നടന്നിട്ടുള്ള മരണത്തിൻ്റെ നെറുകിൽ കയറിയിരുന്ന് വീരവാദമടിച്ച വീണ ജോർജ് എന്ന് പറയപ്പെടുന്ന കേരളം കണ്ട ഏറ്റവും പരാജിതയായ മന്ത്രി, ആ മന്ത്രി എന്ത് നിലപാടെടുത്തു? ആ പഠന റിപ്പോർട്ട് വന്നോ? ആ റിപ്പോർട്ടിൽ ആർക്കെതിരെ നടപടിയെടുത്തു? എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിൽ നിങ്ങൾ നടപടിയെടുത്തത് പൊതുസമൂഹത്തിന് അറിയിക്കാത്തത്? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നങ്ങളാണ്. നമ്മളൊരു കാര്യം ഈ വിഷയം സംസാരിക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സംസാരിക്കേണ്ടതുണ്ട്. എനിക്കൊരു 3 മിനിറ്റ് നിങ്ങൾ തരണം. അത് കഴിഞ്ഞിട്ട് 2-ാം തവണ നിങ്ങൾ എനിക്ക് സമയം തന്നില്ലെങ്കിൽ ഇതിൽ കുഴപ്പമില്ല. നോക്കൂ, കേരളത്തിനകത്ത് അധികാരത്തിലേറിയ സർക്കാർ, പിണറായി വിജയൻ്റെ 2-ാം സർക്കാർ, ഇവരെപ്പോഴും കിങ്, ക്യാപ്റ്റൻ, ചങ്കൻ എന്നൊക്കെ വിളിച്ചു കൊണ്ടുവരുന്ന ഇവരുടെ സർക്കാരുണ്ടല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം ഇവരുടെ മന്ത്രിസഭയിൽ ഓരോന്നും എടുക്കാം. എന്താണുള്ളത്? ആഭ്യന്തരമുണ്ട്, ആരോഗ്യമുണ്ട്, കൃഷിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, കലാകായിക സാംസ്കാരികമുണ്ട്, ക്ഷീരവ്യവസായമുണ്ട്, റവന്യൂ ഉണ്ട്, വൈദ്യുതിയുണ്ട്, ജലമുണ്ട്, ട്രാൻസ്പോർട്ടുണ്ട്, ദേവസ്വമുണ്ട്, പിന്നോക്ക വികസനമുണ്ട്, സഹകരണമുണ്ട്, എക്സൈസ് ഉണ്ട്, പൊതുമരാമത്തുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, അതേപോലെ തന്നെ ഭക്ഷ്യമുണ്ട്. ഓരോ വകുപ്പ് നിങ്ങൾ എടുത്ത് നോക്കണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് തുടങ്ങ്. അവിടെ എന്താണ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു ജില്ലയിൽ, ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി ഇല്ലാത്തതുണ്ടോ? ക്രിമിനൽ ആക്ടിവിറ്റി ഇല്ലാത്ത പഞ്ചായത്തുണ്ടോ? കഞ്ചാവ് കച്ചവടം നടക്കാത്ത പഞ്ചായത്തുണ്ടോ? കഞ്ചാവ് ഉപയോഗിക്കാത്ത സമൂഹമുള്ള നാടുണ്ടോ നമ്മുടെ നാട്ടിൽ? എന്താണ് കേരളം ഇതുപോലത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് പോയത്? എവിടെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി? എന്താണ് അദ്ദേഹത്തിന് അതിന് പ്രാപ്തിയില്ലാത്തത്? ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? ഈ നാടിൻ്റെ ചെറുപ്പക്കാരടങ്ങുന്ന സമൂഹം മദ്യം, മയക്കുമരുന്ന് മാഫിയകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അതിലേക്ക് വഴിതെറ്റിപ്പോകുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്താൻ ഇവിടുത്തെ
പോലീസിന് സാധിക്കുന്നില്ല, ഗുണ്ടാ സംഘങ്ങളെ പിടിച്ചിർത്താൻ പോലീസിന് സാധിക്കുന്നില്ല, കൊലപാതകങ്ങളെ പിടിച്ചിർത്താൻ പോലീസിന് സാധിക്കുന്നില്ല, ബോംബേറുകളെ പിടിച്ചിർത്താൻ പോലീസിന് സാധിക്കുന്നില്ല. നിയമവ്യവസ്ഥയെ താറുമാറ് നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ്, കാർഷിക വകുപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. ഏത് കർഷകനെ രക്ഷപ്പെടുന്നു? നെൽകർഷകൻ രക്ഷപ്പെടുന്നുണ്ടോ? കേരക്കർഷകൻ രക്ഷപ്പെടുന്നുണ്ടോ? റബ്ബർ കർഷകൻ രക്ഷപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കർഷകൻ്റെ അവസ്ഥ ഇന്ന് നല്ല രീതിയിലാണോ കേരളത്തിൽ പോകുന്നത്? ഇവർ കൊയ്ത നെല്ലിൻ്റെ പൈസ കാലം ഇന്നായിട്ട് കൊടുത്തോ? ക്ഷീരകർഷകൻ്റെ വിഷയം, പശുവിനെ കറന്ന് കിട്ടുന്ന പാല് കൊണ്ടുപോകുന്ന സമയത്ത് 53 രൂപ കിട്ടുന്ന സാഹചര്യത്തിൽ കർഷകൻ വിഷമം അനുഭവിക്കുമ്പോൾ സർക്കാർ എന്താണ് ചെയ്യുന്നത്? റവന്യൂ വിഭാഗത്തിൽ കൃത്യമായി പട്ടയം കൊടുക്കാൻ പോലും അവർക്ക് സാധിച്ചോ? ഉന്നത വിദ്യാഭ്യാസ മേഖല ഓരോ വീടും അനാഥത്വത്തിലേക്ക് പോവുകയാണ് നീലിമ. എല്ലാ കുട്ടികളും അങ്ങ് മാറിപ്പോവാണ്. എവിടേക്കാണ് മാറിപ്പോകുന്നത്? അവർ പല രാജ്യങ്ങളിലേക്ക് പോയി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോവുകയാണ്. കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല എന്ന് അവർ തെളിയിക്കില്ല. അവരുടെ യാത്ര കാണുന്നത് ബിന്ദു എന്ന് പറയപ്പെടുന്ന മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖല ചാർജ് എടുത്ത അന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ ക്യാമ്പസുകളും മാറി ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ആരോഗ്യ മേഖല, എന്ത് ആരോഗ്യമാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ നോക്കും, മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, ഹെൽത്ത് സെൻ്ററുകളായിക്കോട്ടെ, ഏതെല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളായിക്കോട്ടെ, എന്താ നടക്കുന്നത്? മരുന്നുണ്ടോ? ഡോക്ടറുണ്ടോ? ജീവനക്കാരുണ്ടോ? ആംബുലൻസ് ഉണ്ടോ? ശുചിമുറികളുണ്ടോ? കിടക്കകളുണ്ടോ? കൃത്യമായ ഏതെങ്കിലും ഒരു ചികിത്സ നടക്കുന്നൊരവസ്ഥയുണ്ടോ? സൂചിയുണ്ടോ? നൂലുണ്ടോ? നിങ്ങൾ നോക്ക്. ഇതൊന്നുമില്ലാത്തൊരു ആരോഗ്യമില്ലാത്ത കേരളമാക്കി മാറ്റിയില്ലേ കേരളത്തിന്? അതിനാരാ ഉത്തരവാദി? ഈ CPM-ൻ്റെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് അല്ലേ? അവർ നടത്തിയിട്ടുള്ള ഓരോ പ്രവൃത്തിയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവരുടെ ഇതിനകത്തുള്ള പ്രാപ്തിക്കുറവ്. അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അങ്ങനെ എല്ലാ മന്ത്രി സംവിധാനങ്ങളും എല്ലാം ഓരോ വകുപ്പുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷ്യമായിക്കോട്ടെ, റവന്യൂ ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, അത് മാത്രം ഇങ്ങനെ കള്ള് വിറ്റ് കൊണ്ടുപോകുന്നുണ്ട്. പൊതുമരാമത്ത് ഏതെങ്കിലും കുണ്ടില്ലാത്ത, കുഴിയില്ലാത്ത, റോഡില്ലാത്ത, തോടില്ലാത്ത, പാലില്ലാത്ത കേരളമല്ലേ സാർ ഇവിടെയുള്ളത്? അത് ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? പൊതുസമൂഹത്തിലൂടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ സർക്കാരിന്? പൊതുസമൂഹത്തിലൂടെ ഉത്തരവാദിത്തമില്ലേ സർക്കാരിന്? ആ സർക്കാർ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. ശിവൻകുട്ടിയെപ്പോലെയുള്ള, കൃഷ്ണൻകുട്ടിയെപ്പോലെയുള്ള, വീണയെപ്പോലെയുള്ള ദേക്കെടുക്കുന്നു വേറൊരാൾ. ആരാൾ? ശശീന്ദ്രൻ. എന്താ ഓൻ്റെ പണി? മൃഗങ്ങൾ വരിക, ആളുകളെ കൊല്ലുക, ഓൻ ഓടിച്ചില്ല, 10 ലക്ഷം കൊടുക്കുക, ജോലി കൊടുക്കുക. മതിയോ? ഒരു ജോലി കിട്ടിയാൽ നഷ്ടപ്പെട്ട കുടുംബത്തിലെ വ്യക്തി തിരിച്ചു വരുമോ? അപ്പോൾ സർക്കാർ എന്ന് പറയപ്പെടുന്നത് ഒരു പാട്ടുപന്നീനെ പിടിക്കാൻ പ്രാപ്തിയില്ലാത്ത, ഒരു ആനയെ പിടിച്ച് മെരുക്കാൻ പ്രാപ്തിയില്ലാത്ത, ഒരു ആടിനെ പിടിച്ച് മെരുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാർ, 4 വേലി കെട്ടാൻ പ്രാപ്തിയില്ലാത്ത സർക്കാർ, ശമ്പളം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാർ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത സർക്കാർ, വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ പറ്റാത്ത സർക്കാർ, ഉച്ചഭക്ഷണം കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്ത സർക്കാർ, മരുന്ന് കൊടുക്കാൻ സാധിക്കാത്ത സർക്കാർ, വൈദ്യുതി കൃത്യമായി കൈകാര്യം ചെയ്യാൻ വില കൂട്ടിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന സർക്കാർ, വെള്ളം കൃത്യമായി എത്തിക്കാൻ സാധിക്കാത്ത സർക്കാർ, സാധാരണക്കാരൻ്റെ അന്നത്തിന് പ്രശ്നം, വെള്ളത്തിന് പ്രശ്നം, വെളിച്ചത്തിന് പ്രശ്നം, അവൻ്റെ ആരോഗ്യത്തിന് പ്രശ്നം, അവൻ്റെ തൊഴിലിന് പ്രശ്നം, അവൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നം വരുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ പ്രതിസന്ധികളെ എത്തിച്ചത് കാഴ്ചപ്പാടില്ലാത്ത സർക്കാരിൻ്റെ പ്രവർത്തനമാണെന്നുള്ള ബോധ്യമാണ്. കാരണം ഇവിടെ സർക്കാരിന് നേരമില്ല. സർക്കാർ ഇവിടെ മതങ്ങൾ, വർഗീയത, പാദപൂജ, ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബിന്ദുവിൻ്റെ വിഷയം വന്ന് കേരളം ആരോഗ്യ മേഖല നേരിടുന്ന പ്രയാസങ്ങളും കേരളം കുത്തഴിഞ്ഞ രീതിയിൽ പോകുന്നു എന്ന ചർച്ചകളിലേക്ക് കേരളത്തിൻ്റെ അകത്ത് തെരുവീതികൾ വന്ന സമയത്ത് എന്താ സർക്കാർ ചെയ്തേ? സർക്കാർ അപ്പോൾ അവിടെ പാദപൂജയെ കുറിച്ച് ചർച്ചയ്ക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുപോയി. SFIയുടെ പിള്ളേരെ വെച്ചിട്ട് തെമ്മാടിത്തരങ്ങൾ മുഴുവൻ ക്യാമ്പസുകളിൽ കാണിച്ച ചർച്ച. മാത്രവുമല്ല, ആ വിഷയം വഴിതിരിച്ചുവിടാൻ വേണ്ടി മാധ്യമങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തുന്ന ശൈലിയിലേക്ക് CPM മാറി എന്നല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്, ശ്രീ ഉല്ലാസ് ബാബു? അല്ല, ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് വിടുപണി ചെയ്യുന്ന മാധ്യമവർഗത്തിൻ്റെ ഒരു വലിയ കൂട്ടം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവല്ലേ സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹം നേരിടുന്ന പ്രശ്നത്തെ സമൂഹത്തിൻ്റെ വക്താക്കളായി സംസാരിക്കുന്നു എന്ന വ്യാജേന ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ സർക്കാരിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അവിടെ രാഷ്ട്രീയം സംസാരിക്കുന്നിടത്ത് വർഗീയം കുത്തിവെച്ച്, മതവിദ്വേഷം കുത്തിവെച്ച്, പരസ്പര വൈരാഗ്യങ്ങളുണ്ടാക്കി തമ്മിത്തല്ലിക്കുന്നതിൻ്റെ സ്വഭാവം കാണിച്ച് ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിങ്ങൾ കർഷകൻ്റെ പ്രശ്നം ചർച്ച ചെയ്യുമോ? നിങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നം ചർച്ച ചെയ്യുമോ? നിങ്ങൾ ആരോഗ്യ മേഖല ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമോ? നിങ്ങൾ പൊതുമരാമത്ത് മേഖല ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുമോ? എന്തിന് ഒരു പേപ്പട്ടി, ഒരു പട്ടി കടിക്കാത്ത നാട് ഇവിടെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്നില്ല? ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ നിൽക്കല്ലേ? ഒരു പഞ്ചായത്തിന് പറയാൻ പറ്റുമോ ഇവിടെ പട്ടികളുടെ ശല്യമില്ല, പേപ്പട്ടികളുടെ ശല്യമില്ല, കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നടന്നു പോകേണ്ട വഴികളിൽ കൃത്യമാണ് എന്ന് ഒരു പഞ്ചായത്തിന് ഈ കേരളത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുമോ?
പേപ്പട്ടിയെ നിറഞ്ഞ് ആ ഒരു പട്ടിയെ കെട്ടി കൂട്ടിലിടാൻ പോലും പ്രാപ്തിയില്ലാത്ത സർക്കാരല്ലേ? ആ പട്ടി ഒന്ന് കടിച്ചാൽ ഒരു മരുന്ന് കുത്തിവെക്കാൻ മരുന്ന് കൊടുക്കാൻ സാധിക്കാത്ത സർക്കാരല്ലേ ഇന്നൊരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ പോയ സമയത്ത്, അല്ലെങ്കിൽ ഒരു പയ്യൻ ഒരു നല്ല മിടുക്കനായി വളർന്നു വന്ന് നാളെയുടെ ഭാവിയിൽ വളർന്ന് അവൻ്റെ കുടുംബം സംരക്ഷിച്ച് നല്ലൊരു കുട്ടി, നല്ല സമൂഹത്തിൻ്റെ വളർന്നു വരേണ്ട ഒരു കുട്ടി ഇന്ന് നഷ്ടപ്പെട്ടില്ലേ? ആരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ്? സർക്കാരിൻ്റെ, മാനേജ്മെൻറ്റിൻ്റെ. ശിവൻകുട്ടിയുടെ പ്രസംഗം കേട്ടില്ല നിങ്ങൾ? അവൻ്റെ പ്രസംഗം എന്താ പറയുന്നത്? അത് അവിടെ ഇതല്ലേ പ്രശ്നം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ചൂക്കും ചുണ്ണാമ്പ് നോക്കാൻ പോകുന്നില്ല. ഞാൻ ആ ഭാഷ പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. കാരണം ഈ കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ തൊട്ട് തുടങ്ങി ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാലക്കേട് എന്ന് പറയുന്നത് നാണക്കേടല്ലേ? ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസത്തിൽ പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബിന്ദു ടീച്ചറുടെ കീഴിൽ പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ, ഈ അവസ്ഥയാണ് കേരളം ഇന്ന് നേരിടുന്നത്. അത് സമൂഹം തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ സമൂഹം അത് തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുമെന്നാണ് BJP അതിനെ നോക്കിക്കാണുന്നത്. ശക്തമായി ഇതിൽ തീരുമാനങ്ങളും വരച്ചു കാണിച്ചത് കേരളം വീണ പതിറ്റാണ്ട് എന്ന അടിക്കുറിപ്പോടെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്.